ഭിന്നശേഷിക്കാർക്കായി സർക്കാർ നിരവധി വാഗ്ദാനങ്ങൾ നടത്തും. പക്ഷേ ഇവയെല്ലാം യാഥാർത്ഥ്യമാവുന്നുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. 1997 പ്രൊമോഷൻ മുഖാന്തരം നടത്തപ്പെടുന്ന തസ്തികകളിൽ ഭിന്നശേഷിക്കാർക്ക് 3% സംവരണം നൽകാൻ കേന്ദ്രം ഉത്തരവിറക്കിയത്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തെങ്കിലും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. കോടതി ഇടപെട്ടിട്ടും തീരുമാനിച്ച കാര്യം പോലും നടപ്പിലാക്കാൻ സർക്കാർ വിമുഖത കാട്ടുന്നുവെന്നാണ് ആക്ഷേപം. 2022 കേരള ഗവൺമെൻറ് ഭിന്നശേഷിക്കാർക്ക് പ്രൊമോഷൻ സംവരണം നൽകാമെന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഭിന്നശേഷിക്കാർക്ക് അർഹതപ്പെട്ട പ്രൊമോഷൻ സംവരണം കേരളത്തിൽ ഇതുവരെയും ഉത്തരവിനപ്പുറത്തേക്ക് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വസ്തുതയാണ്. സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ 4% സംവരണമാണ് അധ്യാപക നിയമനത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ളത്. നിലവിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നാണ് നിയമനം. എന്നാൽ മാനേജ്മെന്റുകൾ നിയമനത്തിൽ കൃത്രിമം കാട്ടുന്നുവെന്നാരോപിച്ച് ഭിന്നശേഷിക്കാർ കോടതിയെ സമീപിച്ചു. സർക്കാർ മേൽനോട്ടത്തിൽ നിയമനത്തിന് കമ്മിറ്റിയെ വെക്കണമെന്ന് കോടതി ഉത്തരവിട്ടെങ്കിലും ഇക്കാര്യവും നടപ്പിലായിട്ടില്ല. ഭിന്നശേഷി നിയമനത്തിനായിട്ടുള്ള മേൽനോട്ട സമിതി എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിട്ട് 3 മാസത്തിലേറെയായെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളും ആരംഭിച്ചതായിട്ട് നമുക്കാർക്കും അറിവുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാർക്കുള്ള നിയമന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് അത്ര തിടുക്കമില്ല. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന നിരവധി വിഷയങ്ങളുണ്ടെന്നതാണ് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഭിന്നശേഷിക്കാരല്ലേ, അവരോട് ഇങ്ങനെയൊക്കെ മതി എന്നതാണോ സർക്കാർ നിലപാട്? ഭിന്നശേഷിക്കാരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം നടക്കട്ടെ. പക്ഷേ കാലാകാലങ്ങളായി നടപ്പിലാക്കാത്ത കാര്യങ്ങളിൽ എത്രയും വേഗം തീരുമാനം വേണം. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.